വെൽക്കം ടു ലൈഫ് ആൻഡ് പാഷൻ. ലൈഫ് ആൻഡ് പാഷനിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന ഷാർജയിലെ കൽബ എന്നൊരു സ്ഥലത്തുള്ള കോർ കൽബ മാംഗ്രോ സെന്ററിലേക്കാണ്. നമുക്ക് എന്ത് രസം അറിയാം. അങ്ങനെ കോർ കൽബ മാംഗ്രോ സെന്ററിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളാണ് ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും കൽബയിലെ കണ്ടൽക്കാടിലേക്ക് സ്വാഗതം. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be two hearts running wild. Now the morning is the afternoon. We lay awake in bed. The laughs so loud as the hours pass. We're gonna do it all again. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be, we're gonna be two hearts running wild. ഹായ്, നമസ്കാരം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഷാർജയിലെ വെറ്റ്ലാൻഡാണ് പോയിരുന്നത്. അപ്പോൾ നമ്മുടെ കുറേ സുഹൃത്തുക്കൾ പറഞ്ഞു അതുപോലുള്ള വ്യത്യസ്തമായ സ്ഥലങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ. അങ്ങനെ ഞങ്ങളിപ്പോൾ കോർ കൽബ മാംഗ്രോ സെന്ററിലാണ് എത്തിയിട്ടുള്ള ഫാമിലി ഉണ്ട്. ഞാനൊരു 1.5 വർഷം കൂടെ വന്നിട്ടായിരുന്നു. കാണാനൊക്കെ മോള് ഹായ് പറഞ്ഞേ. ഇത് അപ്പോൾ അങ്ങനെ ഞങ്ങളിവിടെ എത്തിയിരിക്കുകയാണ്. കോർ കൽബ മാംഗ്രോ സെന്ററിലാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും
സ്വാഗതം. നമ്മൾ വെറ്റ്ലാൻഡിൽ പോയ പോലെ തന്നെ ഇവിടെ അകത്ത് എന്താ പറയുക കുറച്ച് ഗാലറീസ് ഉണ്ട്. അതിനുശേഷമാണ് നമ്മൾ മാംഗ്രോ സെന്ററിലേക്ക് പോകുന്നത്. ഇവിടെ കടലാമയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ കയറിയ ശേഷം അകത്ത് നിന്ന് നമ്മളെ കോർ കൽബ മാംഗ്രോ സെന്ററിന്റെ ഫസ്റ്റത്തെ ഇൻഡോർ ആയിട്ടുള്ള കുറച്ച് കാണാനുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. അത് ഞങ്ങൾ കണ്ടു ശേഷമാണ് പുറത്ത് ഭാഗത്തേക്ക് ഇറങ്ങുന്നത്. പുറം ഭാഗത്തുന്ന സമയത്ത് നമ്മളിവിടെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയാൽ കണ്ട നമ്മുടെ ഷാർജ വെറ്റ്ലാൻഡ് പോലെ തന്നെ കണ്ടൽക്കാടുകളും അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ജലാശയങ്ങളൊക്കെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നമ്മൾ ആ വഴിക്ക് പോകുന്നില്ല, നമ്മൾ ഈ വഴിക്കാണ് പോകാൻ നോക്കുന്നത്. ഉച്ചയ്ക്ക് ഇറങ്ങിയാൽ അമ്മ ഫ്രണ്ട് നടക്കുമോ? എവിടെ? തിരിച്ചു വരും. നമുക്ക് അവിടെ പോയി കാണിക്കും. വെള്ളമെല്ലാം പറ്റി, തണുപ്പായിട്ട് വെള്ളമൊക്കെ പറ്റിയല്ലോ. വെള്ളം ഇതിനുള്ളിൽ എന്താ കാണാണ്ട്? ഇതിനുള്ളിൽ എന്താ കാണാണ്ട്? ആ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഷാർജ വെറ്റ്ലാൻഡ് പോയപ്പോൾ നമ്മൾ ഈ കണ്ടൽക്കാടിലെ ബേർഡ്സിനെല്ലാം നമ്മൾ എന്താ പുറത്തുനിന്നാണ് നമ്മൾ കണ്ടിരുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ അകത്തേക്കാണ് വന്നിട്ടുള്ളത്. നമ്മൾ അകത്തൊന്നും നമുക്ക് കാണാൻ പറ്റും. എന്താ ഇതുവരെ അപ്പൊ അങ്ങനെ നമ്മൾ ഇൻഡോറിൽ അല്ല, നമ്മൾ ഈ ബേർഡ്സിന്റെ ഇവിടുന്ന് നമ്മൾ വീണ്ടും പുറത്തേക്ക് പോവുകയാണ്. കിടക്കൂ. ബൈ ബൈ, സീ യു. ഇനി നമ്മള് മാംഗ്രോ സെന്ററിന്റെ അങ്ങോട്ടാണ് പോകുന്നത്. അതൊക്കെ അപ്പൊ അങ്ങനെ നമ്മൾ അകത്തേക്ക് പോവുകയാണ്. കോർ കൽബ മാംഗ്രോ സെന്ററിൽ. ഇതിന് മുമ്പത്തെ പ്രാവശ്യം വന്നപ്പോൾ നല്ല വെള്ളം ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം എന്താണെന്ന് അറിയില്ല. വെള്ളമൊന്നുമില്ല ഇതിൽ വെച്ച്.
ഞാന് ചൂട് സമയത്ത് വരുമ്പോ നല്ല വെള്ളമായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം വന്നപ്പോ തണുപ്പ് സമയമാണ്, പക്ഷെ വെള്ളമില്ല ഇവിടെ. എന്ത് ലേക്ക് നോക്കിയ സമയത്തില്ല. ഞങ്ങൾ ഇറങ്ങിയപ്പോഴേക്കും ഏകദേശം ഒരുപാട് ലേറ്റായി. ഇവിടെ എത്തിയപ്പോഴേക്കും ഞങ്ങള് ഇവിടെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഒരു 3 o'clock ഒക്കെ ആകുമ്പോഴേക്കും എത്ര കേട്ടോ. കാരണം വെച്ചാൽ ഇപ്പോൾ ഇവരുടെ സമയം ഏകദേശം 5:30 ആണ്. അപ്പോഴേക്കും ഇവിടെ ഭയങ്കര ഇരുട്ടായി തുടങ്ങി. അപ്പോൾ കാണാൻ നമുക്ക് പെട്ടെന്ന് നമ്മൾ പുറത്തിറങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. ഞാൻ ഒരു കഴിഞ്ഞ വർഷം കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം വന്നപ്പോൾ വെള്ളമൊക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ പറയാ, ഞാൻ പിള്ളേരുടെ കൂടെ വരാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞങ്ങളുടെ മാളനും അമ്മൂനെ കൂട്ടി. മാളു ഈ സ്ഥലം ഇഷ്ടപ്പെട്ടാ? സൂപ്പർ. ഈ എന്താ അലമ്പാക്കല്ലേ. അപ്പൊ ഒരു പ്രത്യേക ഒരു ഫീലാണ് അവിടെ. ഭയങ്കര സൈലന്റ് ആണ്. മാളു ഇതെന്ത് തീർക്കുന്നു അങ്ങനെ. ഇതാ വർഷം ക്യാമറ എടുത്ത് തിരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കൂടി. അപ്പൊ നമ്മള് ഷാർജയിലെ കോർക്കൽബ അല്ല, ഷാർജയിലെ വെറ്റ്ലാൻഡിൽ പോയിട്ടുണ്ട്. അതിന്റെ വേറെ വൈബാണ്. അപ്പൊ നമ്മുടെ അടുത്ത് ഓൾറെഡി ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തരം സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിക്കണം. കാരണം UAE ഷാർജയിൽ തന്നെ ഇത്തരം സ്ഥലങ്ങളൊന്നും സത്യം പറഞ്ഞാൽ ആർക്കും അറിയില്ല. ഇത് ഷാർജയിൽ നിന്ന് 129 കിലോമീറ്റർ അകലെയാണ് നമ്മുടെ കൽബ എന്ന് പറഞ്ഞിട്ടുള്ള ഷാർജയിൽ കൊണ്ട് വീടാണ്. ആ ഷാർജയിലെ ആ ഏരിയയിലാണ്, ഷാർജയുടെ കീഴിലുള്ള സ്ഥലത്താണ് ഈ കോർക്കൽബ മാംഗ്രോവ് സെന്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സെന്റർ ഉള്ളത്. അപ്പൊ നമ്മൾ വന്ന സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം നോക്കി ഇവിടെ ക്ലോസിംഗ് ടൈം എന്ന് പറഞ്ഞാൽ 6 മണിക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ സെക്യൂരിറ്റി വന്നു ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഉച്ചയ്ക്ക് 1 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പൊ അങ്ങനെ കോർഫക്കാൻ ഫുജേറ വഴിയാണ് നമ്മൾ കൽബ ഈ മാംഗ്രോവ് സെന്ററിൽ എത്തിയത്. അപ്പൊ ഏകദേശം ഇവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം 4:30 ആയി. ഇപ്പൊ 5:45 ആയി. ഇതാണ് ഒരു പ്രശ്നം വെച്ചാൽ നമ്മൾക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങണം. നേരത്തെ ഇറങ്ങി നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ 6 o'clock ക്ലോസ് ചെയ്യാൻ പോവാണ്. എങ്കിലും നല്ലൊരു ഫീലാണ്. അപ്പോൾ പക്ക ഇരുട്ടായി തുടങ്ങി കേട്ടോ. അതുകൊണ്ട് സെക്യൂരിറ്റി വന്ന് നമ്മുടെ അടുത്ത് പുറത്ത് പോകാനൊക്കെ പറഞ്ഞു. കാരണം ടൈമായി 6 o'clock ഇവിടെ ക്ലോസ് ചെയ്യേണ്ടതാണ്. ഫാമിലിയായിട്ട് വരാൻ പറ്റിയ സ്ഥലം കേട്ടോ. നമ്മുടെ ഷാർജയിലെ കൽബയിലെ കോർ കൽബ മാംഗ്രോവ് സെന്റർ എന്ന് പറഞ്ഞിട്ടുള്ളത് വേറൊരു ഫീലായിരിക്കും. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഫാമിലിയെ കൂട്ടി വരിക. നമ്മുടെ ക്യാമറമാൻ നീതുണ്ട് കൂടെ. ഓക്കെ, പാലം പൊളിക്കല്ലേ മാളും അമ്മൂനുമായിട്ട് എവിടെ പോലും ഇതാ പ്രശ്ന. ഈ ചാടിക്കളി
അപ്പൊ അങ്ങനെ ഞങ്ങൾ കോർക്കൽബ മാംഗ്രോ സെന്ററിലെ കണ്ടൽക്കാടുകളിൽ നിന്ന് കണ്ട് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. അമ്മ എങ്ങനെയുണ്ട് കണ്ടൽക്കാടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറാണോ? ആ അപ്പോൾ നമ്മൾ എല്ലാ സുഹൃത്തുക്കളും പറയണം, നമ്മുടെ കോർക്കൽബ മാംഗ്രോ സെന്ററിൽ വരികയാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങളൊരു 3 മണിക്കെങ്കിലും ഇവിടെ എത്തുന്ന ലെവലിൽ തിരിച്ച് എത്തണം കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ഇരുട്ടായി നമുക്ക് വേണ്ടവർ കാണാൻ പറ്റില്ല, പെട്ടെന്ന് ഇറങ്ങേണ്ടി വരും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നേരത്തെ വരാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ മാത്രമല്ല അവിടെ നിന്ന് വരാൻ ഒരുപാട് ദൂരമുണ്ട്, ട്രാഫിക് ചിലപ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്ര സ്ഥലങ്ങൾ വരുമ്പോൾ നിങ്ങൾ നേരത്തെ വരാൻ ശ്രമിക്കുക. ക്യാമറമാൻ പാട്ട് പാടുക. അമ്മ പാട്ട് പാടി കൊടുത്തേ. അമ്മൻ്റെ ഒരു പാട്ട് ഈ സന്ധ്യ നേരത്ത് നമുക്ക് അമ്മൻ്റെ പാട്ട് കേട്ടോ. ഒരു പാട്ട് പാടി കൊടുത്തു. ഒരു പാട്ട് പാടി. ഏതാ ഏതാ? ഭക്തിയാനൊന്നും പാടല്ലേ, വേറൊന്നില്ലേ? ആ പാടും. ആ പാടിക്ക. അപ്പോ സംഭവം ഒരുപാട് ഇരുട്ടായി, പക്ഷെ നല്ലൊരു ഫീലാണ്. നോക്കി സന്ധ്യ നേരമാണ്. എന്തായാലും ഞാൻ എൻ്റെ പഴയ എപ്പിസോഡ് നിങ്ങൾക്ക് ഇതിൽ ടാഗ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും കാണുക. അതിൽ നിങ്ങൾക്ക് കോർക്കൽബ മാംഗ്രോ സെന്ററിൻ്റെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെള്ളം നിറഞ്ഞിട്ടുള്ള സമയത്തുള്ള വ്യൂസ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇവിടെ ഒരു പാലം ഉണ്ട്, കണ്ടില്ലേ? നമ്മളിപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോസ് ഇതിപ്പോൾ രാത്രി ആയിപ്പോട്ടോ ഞങ്ങൾ വന്നപ്പോൾ, ക്ഷമിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡേ ടൈമിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഞാൻ ടാഗ് ചെയ്ത് അമ്മ അവിടെ വേണ്ട, അവിടെ ഇങ്ങോട്ട് പിടിച്ച്. അപ്പോൾ ഇതിന് ഡീറ്റെയിൽസ് വീഡിയോസ് വേണമെങ്കിൽ ഞാൻ കാണണമെങ്കിൽ ഞാൻ അതിൽ കൂടെ എന്താ പറയുക ടാഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ആ വീഡിയോ കാണുക. അപ്പോൾ അതിൽ ഡേ ടൈമിൽ നമ്മുടെ കോർക്കൽബ മാംഗ്രോ സെന്ററിൻ്റെ നമ്മളാ ഭംഗി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരുപാട് ഇരുട്ടായിട്ടോ, നിങ്ങൾക്ക് ഞങ്ങളെ കാണാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഈ ഇരുട്ടത്ത് അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ അടുത്ത വേറെ ഇതേപോലെ വെറൈറ്റി വീഡിയോ ഞങ്ങൾ വരുന്നതായിരിക്കും തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ പറഞ്ഞേ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാവരും ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഇരുട്ടാണ്, കാണാൻ പറ്റുന്ന എനിക്കറിയില്ല. അതിനെ കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. കണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. എന്താ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അല്ലെങ്കിൽ എന്താ പ്രശ്നമോ? പുഴയിലേക്ക് വീണ കേട്ടാ.